ഏറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാം വിമോചന പോരാട്ടങ്ങളുടെ നിത്യപ്രചോദനം എന്ന തലക്കെട്ടിൽ 2024 നവംബർ 9 മലപ്പുറത്ത് നടക്കുന്ന GIO മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന പ്രമേയം വികസനത്തിന്റെ സർവ്വമേഖലകളിലും ഭരണകൂട വിവേചനം നേരിടുന്ന ജില്ലയാണ് മലപ്പുറം. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ മുതൽ റെയിൽവേ റവന്യൂ മേഖലകളിലെല്ലാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മലപ്പുറത്തോടുള്ള വിവേചനം തുടരുകയാണ്. സംസ്ഥാനത്ത് ഏറ്റവും അധികം വിദ്യാർത്ഥികൾ SSLC +2 പരീക്ഷകൾ വിജയിക്കുന്ന ജില്ല കൂടിയാണ് മലപ്പുറം. ഈ 2 പരീക്ഷയിലും ഉന്നത വിജയം നേടുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഉപരിപഠന സൗകര്യങ്ങൾ മലപ്പുറം ജില്ലയിലില്ല. തെക്കൻ ജില്ലകളിൽ ഈ 2 പരീക്ഷയും പാസ്സാകുന്ന വിദ്യാർത്ഥികളെക്കാൾ ഉപരിപഠന സൗകര്യം ഉണ്ടാകുന്ന സന്ദർഭത്തിലാണ് മലപ്പുറത്ത് പതിറ്റാണ്ടുകളായി ഈ പ്രതിസന്ധി തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിദ്യാഭ്യാസ അവഗണനക്കെതിരെയുള്ള ജില്ലയിലെ സമര പ്രക്ഷോഭങ്ങൾക്ക് 1/4 നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. പക്ഷേ ഇപ്പോഴും ഭരണകൂട അവഗണന തുടരുന്നു. വികസന മേഖലയിലെ ഈ ഭരണകൂട വിവേചനവും അനീതിയും നിലനിൽക്കുമ്പോൾ തന്നെയാണ് മലപ്പുറത്തിനെതിരെയുള്ള വംശീയ വിദ്വേഷങ്ങൾ ഉയർന്നുവരുന്നത്. ദേശീയ അന്തർദേശീയ തലത്തിലും കേരളത്തിലും നിലനിൽക്കുന്ന ഇസ്ലാമോഫോബിയ അന്തരീക്ഷം മുതലെടുത്താണ് മലപ്പുറം പേടിയും മുസ്ലിം വെറുപ്പും പ്രചരിക്കപ്പെടുന്നത്. ഭരണകൂടവും പോലീസും ഭരണകക്ഷിയായ ഇടതുപക്ഷവും സംഘപരിവാറുമെല്ലാം ഈ മലപ്പുറം ഫോബിയയുടെ പ്രചാരകരായി മാറുകയാണ്. ഈ സവിശേഷ സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയോടുള്ള വികസന വിവേചനങ്ങൾ അവസാനിപ്പിച്ച് ജനസംഖ്യാനുപാതികമായ വികസന വിഭവങ്ങൾ മലപ്പുറം ജില്ലയ്ക്ക് നീതിപൂർവം നൽകണമെന്ന് ഈ സമ്മേളന പ്രമേയത്തിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെടുന്നു. മുൻവിധിയിലും വംശീയ വിദ്വേഷത്തിലും കെട്ടിപ്പടുത്ത മലപ്പുറം ഫോബിയ പ്രചാരണങ്ങൾക്കെതിരെ മുഴുവൻ ജനങ്ങളും കൂട്ടായ്മകളും സംഘടനകളും ജാഗ്രത പാലിക്കണമെന്ന് കൂടി ഈ പ്രമേയം അഭ്യർത്ഥിക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.